ഹായ്, ഇതുവരെ നമ്മൾ ഡെയിലി സ്റ്റഡി പ്ലാൻ, നിങ്ങളുടെ മോഡൽ എക്സാംസിനുള്ള സ്ട്രാറ്റജി, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഇനിയുള്ള ദിവസങ്ങളിൽ അവോയ്ഡ് ചെയ്യേണ്ട മിസ്റ്റേക്സ്, അതുപോലെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. ബട്ട് ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ഫണ്ടമെൻ്റൽ ആയിട്ടൊരു കാര്യം നമ്മൾ ശരിയാക്കാനുണ്ട്, അവർ മൈൻഡ് സെറ്റ്. ഈ ലാസ്റ്റ് മന്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. ആ സ്ട്രെസ്സിൻ്റെ ഒരു 75% വരുന്ന എവിടുന്ന നമ്മുടെ മനസ്സിൽ നിന്നാണ്. നിങ്ങളിൽ കുറേ പേരിപ്പം മോട്ടിവേഷൻ കുറയുന്നു, പഠിച്ച് പെട്ടെന്ന് മടുക്കുന്നു, ഉറക്കം കൂടുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു 50% റീസണും ഈ പറഞ്ഞ മൈൻഡ് സെറ്റ് കറക്റ്റ് ആകാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മൈൻഡിൽ ഒരു സർജറി ചെയ്യാൻ പോവാണ്. 2 സ്റ്റെപ്പാണ് ഇതിലുള്ളത്. ആദ്യത്തെ കാര്യം, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന എല്ലാ ചിന്തകളും, എല്ലാ ഫാക്ടേഴ്സിനെ എടുത്ത് പുറത്ത് കളയും. ആൻഡ് സെക്കൻഡ്ലി, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യവും നിങ്ങളുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു ഷീൽഡ് നിങ്ങളുടെ മനസ്സിൻ്റെ ചുറ്റും ഉണ്ടാക്കണം. ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. ഇത് എത്രത്തോളം എഫക്റ്റീവ് ആയി എന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പറയണം. കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാൻ നോക്കുക. എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്ന കാര്യമാണ്, ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചാൽ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ആൻഡ് ദർ ഇസ് ഓൺലി വൺ വേ ടു ഫൈൻഡ് ദാറ്റ് ഔട്ട്. ഇനിയുള്ള എല്ലാ ദിവസവും മാക്സിമം എഫക്റ്റീവായിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. ഇങ്ങനെ ഡെയിലി എഫക്റ്റീവായിട്ട് പഠിച്ചു പോകാൻ നമുക്ക് തടസ്സം വരുത്തുന്ന കുറച്ച് ചിന്തകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇന്നലെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോൾ ചെയ്തിരുന്നത്. അതിൽ ഓൾമോസ്റ്റ് ഒരു 500 സ്റ്റുഡൻസ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൽ നിന്ന് വളരെ ക്ലിയർ ആണ്, ഒരു 45% സ്റ്റുഡൻസും ആൻസർ ചെയ്തത് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ടെൻഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു പേടി എന്ന് പറയുന്നത് എക്സാം കഴിയുമ്പം നിങ്ങളുടെ പേരൻസ് ഡിസപ്പോയിൻറ്റഡ് ആകുമോ എന്നുള്ളതാണ്. ഞാൻ എക്സാം എഴുതുന്നതിന് മുമ്പും ഇത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. എല്ലാവരുടെയും പേരൻസ് ഒരേപോലെ സപ്പോർട്ടീവ് അല്ല എന്നുള്ള കാര്യം അറിയാം. അതിനെക്കുറിച്ച് കൂടുതൽ അവസാനം പറയാം. ബട്ട് ഫോർ മോസ്റ്റ് ഓഫ് യു, നിങ്ങളുടെ ഈ നീറ്റ് ജേർണി പോസിബിൾ ആകാൻ കാരണം നിങ്ങളുടെ പേരൻസിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. ഇതിനു വേണ്ടി അവർ കുറേ കാശ് ചിലവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് കിട്ടുന്നതിനെക്കുറിച്ച് അവർ സ്വപ്നം കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് ചില എക്സാംസിനൊക്കെ മാർക്ക് കുറയുമ്പം അവരുടെ മുഖത്തോ അല്ലെങ്കിൽ അവരുടെ സൗണ്ടിലൊക്കെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ചിലപ്പോൾ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ചില സമയത്ത് ഇമോഷണലായിട്ട് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് സങ്കടവും വന്നിട്ടുണ്ടാവും. എല്ലാ പേരൻസിനും ഒരുപോലെ ഈ എക്സാമിനെ കുറിച്ചോ നിങ്ങളുടെ കോച്ചിങ് സെൻറ്ററിലെ ലൈഫിനെ കുറിച്ചൊന്നും അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അറിവുണ്ടാകത്തില്ല. നിങ്ങളിൽ കൂടുതൽ പേരും സ്കൂളിലൊക്കെ നല്ല മാർക്ക് മേടിച്ചാണ് ഈ കോച്ചിങ് സെൻറ്ററിലോട്ട് പോയത്. അപ്പം അവിടെ ചെന്ന് പെട്ടെന്ന് നിങ്ങളുടെ മാർക്കും റാങ്കൊക്കെ കുറയുന്നത് കണ്ടപ്പം അവർക്കൊരു ഷോക്കായിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. കാരണം നിങ്ങളുടെ പേരൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇരട്ടിയിലധികം ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. നിങ്ങളുടെ സെയിം സിറ്റുവേഷനിൽ കൂടെ അവർ ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാകത്തില്ല. ബട്ട് സിമിലർ ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ അവർ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പേരൻസിന് നിങ്ങളെ ഒരു ഡോക്ടർ ആക്കുക എന്നതിനേക്കാൾ ഉപരി നിങ്ങളൊരു സേഫ് ആയിട്ടുള്ള സ്പോട്ടിൽ എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. ഒരു 10-15 വർഷം മുമ്പ് എല്ലാവരും എഞ്ചിനീയറിംഗ് സൈഡിലോട്ടാണ് പിള്ളേരെ പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത്. കാരണം അവിടെയായിരുന്നു കൂടുതൽ ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അത് പതുക്കെ മാറി ഇപ്പം മെഡിക്കൽ സൈഡിലോട്ട് വന്നു. നിങ്ങളൊരു ഡോക്ടറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത്യാവശ്യം സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് കൂടെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജേർണീനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ സേഫ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചറിലോട്ട് നിങ്ങൾ എത്താൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഡിസിപ്ലിനും ഹാർഡ് വർക്കാന്നുള്ള കാര്യം അവർക്കറിയാം. കാരണം അവരും അവരുടെ ലൈഫിലൂടെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടണം എന്നൊക്കെ അവർ സ്വപ്നം കാണുന്നുണ്ടാവും. പക്ഷെ നിങ്ങളിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റും മാത്രമാണ്. അത്രമാത്രം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം അവർക്കറിയാം. നിങ്ങൾക്ക് അവർ തന്ന ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ മാത്രമേ ശരിക്കും അവർക്കുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ട് എന്താണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യും അവർ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേരൻസ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. കുറച്ച് പേര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക, ബാക്കി റിസൾട്ട് എന്തേലും ആയിക്കോട്ടെ, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയും പല പല കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടാവും. എൻ്റെ അച്ഛൻ എപ്പോഴും എന്നോട് പറയുന്നത്, ഞാൻ മനസ്സ് വെച്ചാൽ എന്താണെങ്കിലും അതെനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നുള്ള കാര്യം. അങ്ങനെ എന്നോട് പറയുന്നത് ഒരുപാട് വലിയൊരു പൊസിഷനിൽ എത്താൻ വേണ്ടിയല്ല, പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന എന്താണോ അതിലോട്ട് എത്താൻ വേണ്ടി വർക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും കോൺഫിഡൻസ് കൂടാൻ വേണ്ടി അവർ പറയുന്ന ഡയലോഗുകളൊന്നും ഒരു സ്ട്രെസ്സായിട്ടോ ഒരു ടെൻഷനായിട്ടോ പ്രതീക്ഷയുടെ ഒരു അമിത ഭാരമായിട്ടൊന്നും മാറാൻ പാടില്ല. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കോൺഫിഡൻസ് തരിക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. കുറച്ച് പേരൻസിൻ്റെ അപ്രോച്ച് ഡിഫറൻ്റ് ആയിരിക്കും. അവർ നിങ്ങൾ മാക്സിമം ടൈം പഠിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും അതുപോലെ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ശ്രദ്ധ അധികം പോകാതിരിക്കാനും ശ്രമിക്കാറുണ്ട്. ഇതിൻ്റെയും ഉദ്ദേശം സെയിം ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ലൈഫിൽ സക്സീഡ് ചെയ്യാനുള്ള ചാൻസ് മാക്സിമം കൂട്ടാൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഡോക്ടർ ആയില്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ കയറ്റില്ല എന്നുള്ള രീതിയിലൊന്നുമല്ല. ഒരു നല്ല പേരൻ്റ് എപ്പോഴും അവരുടെ മക്കളുടെ ഹാപ്പിനെസ്സും സെക്യൂരിറ്റിയും മാത്രമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ കുറച്ച് പേരൻസ് ഉണ്ട്, അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരു ഉപകരണമായിട്ട് മക്കളെ ഉപയോഗിക്കുന്നവർ. അതുപോലത്തെ പേരൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവരുടെ ഓവർ എക്സ്പെക്റ്റേഷൻസും അവരുടെ ഡിമാൻഡ്സൊക്കെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. അവർക്ക് കുറച്ചുകൂടെ മെച്യൂരിറ്റി വരാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറയുന്നത്. ആ കാര്യം മനസ്സിലാക്കി നിങ്ങൾ മെച്യൂറായിട്ട് ആ സിറ്റുവേഷൻ ഡീൽ ചെയ്യണം. സോ ഓവറോൾ നിങ്ങളുടെ പേരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻസും നിങ്ങളുടെ പേരൻസിനെ ഡിസപ്പോയിൻറ്റ് ചെയ്യുമോ എന്നുള്ള പേടിയും
അവരുടെ ടെൻഷൻസും ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നിങ്ങൾ സമയം കളയേണ്ട. ഇതൊന്നും നിങ്ങൾ വിചാരിക്കുന്ന അത്ര വലിയ പ്രശ്നങ്ങളല്ല. നമ്മുടെ പേരൻസിന് നമ്മളെക്കുറിച്ചുള്ള ടെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു കാലത്തും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളെക്കുറിച്ചുള്ള ടെൻഷനെക്കാട്ടും കൂടുതലായിരിക്കും നിങ്ങൾ കോളേജിലോട്ട് ചെന്ന് കഴിയുമ്പോൾ. കാരണം അപ്പം നിങ്ങൾ കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആകുകയാണ്, അവർക്ക് നിങ്ങളുടെ മേലുള്ള കൺട്രോൾ കുറച്ചുകൂടെ കുറയുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ടെൻഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഡോക്ടറായി കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ കണ്ടിട്ടും അവർക്കും ടെൻഷനാവും. ബട്ട് ദിസ് ഈസ് ഓൾ എ പാർട്ട് ഓഫ് പേരൻറ്ഹുഡ്. ഇത് അവർ എക്സ്പെക്ട് ചെയ്തതാണ്. അതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത് അവർക്കറിയാം. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഡിസപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ലാത്ത 2 പേരുണ്ട്. അവരെ കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ടൈം ട്രാവൽ ചെയ്യണം. ആദ്യം നമുക്കൊരു 10 വർഷം ബാക്കോട്ട് പോവാം. നിങ്ങൾക്ക് അഡോളസെൻസിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഒക്കെ തലയിൽ കയറുന്നതിന് മുമ്പുള്ള ഒരു ചെറുപ്പം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നിങ്ങളുടെ തന്നെ കൊച്ചു വേർഷനെ ഒന്ന് കാണാൻ വേണ്ടി നമുക്ക് പോവാം. എന്നിട്ട് ആ കൊച്ചിൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കണം. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ചെറുപ്പത്തിലെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്തൊന്ന് നോക്കിയാലും മതി. ആ മുഖത്ത് സ്ട്രെസ്സുകളോ ടെൻഷനുകളോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഇത്ര വയസ്സാകുമ്പോൾ ഡോക്ടർ ആകുമെന്നോ എഞ്ചിനീയർ ആകുമെന്നോ ആ രീതിയിലൊന്നും ആ കൊച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ എത്ര വലിയ സ്വപ്നമാണെങ്കിലും അതിലോട്ട് എത്തിച്ചേരാൻ പറ്റുമെന്ന് 100% കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എഫക്റ്റീവ് ആക്കിയില്ലെങ്കിൽ നിങ്ങൾ ആ കൊച്ചിനെയാണ് ഡിസപ്പോയിൻറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമാണ് എനിക്കിങ്ങനൊരു ചിന്ത വന്നത്. എൻ്റെ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വേർഷനെ ഞാനിപ്പോൾ കാണുകയാണെങ്കിൽ അവൻ എന്നെ കണ്ടിട്ട് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു. ആദ്യം തോന്നിയത് ഒരു കുറ്റബോധമായിരുന്നു. പക്ഷെ പതുക്കെ അതൊരു വാശിയായി മാറി. ആ ചെറിയ കൊച്ചിനെ ഡിസപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വാശി എൻ്റെ തലയിൽ കയറി. ആൻഡ് ദാറ്റ് ഹാസ് ഹെൽപ്പ് മീ. ആ ഒരു വാശി നിങ്ങൾക്കും ഉണ്ടാകണം. ആ വാശി വെച്ച് ഇനി നിങ്ങൾ മുമ്പോട്ട് വർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ എവിടെ എത്തിച്ചേരുമെന്ന് അറിയോ? അതും നമുക്കൊന്ന് പോയി കാണാം. ഒരു 10 വർഷം നമുക്ക് ഫ്യൂച്ചറിലോട്ടും കൂടി ഒന്ന് പോയി നോക്കാം. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് 2 വേർഷൻസ് കാണാൻ പറ്റും. അതിലെ ഒന്ന് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്ത് മുമ്പോട്ട് വർക്ക് ചെയ്ത് പോയ ഒരാളാണ്. ആ ഒരു ഫ്യൂച്ചർ സെൽഫിന് ഇപ്പം നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കെട്ടിപ്പിടിച്ച് പറഞ്ഞേനെ, പേടിക്കേണ്ട, യു ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ്. ചിലപ്പോൾ മറ്റൊരു വേർഷൻ ആയിരിക്കും നിങ്ങളുടെ അടുത്തോട്ട് വരാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലത്തെ പല ടെൻഷനുകളും സ്ട്രെസ്സുകളും അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് വറി ചെയ്ത് പേടിച്ച് ജീവിച്ചൊരാൾ. ആ ആളും വന്നിട്ട് നിങ്ങളെ സമാധാനിപ്പിക്കും. പക്ഷെ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റിഗ്രറ്റുകൾ കാണാൻ പറ്റും. അങ്ങനെ റിഗ്രറ്റുകൾ നിറഞ്ഞൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന അത്ര എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എല്ലാ ദിവസവും ഞാൻ ഈ പറഞ്ഞ 2 ആൾക്കാരെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ പാസ്റ്റ് സെൽഫും നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫും. ഇവരെ 2 പേരെയും ഡിസപ്പോയിൻറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണം ഓരോ ദിവസവും. ഈ ഒരു തോട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും യു വിൽ സക്സീഡ് ഇൻ ലൈഫ്. ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ മടി തോന്നുന്ന സമയത്തൊക്കെ ഈ കൊച്ചിൻ്റെ മുഖം നിങ്ങൾ ഓർക്കണം. ഇന്ന് ഞാൻ പറഞ്ഞ മൈൻഡ് സർജറിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇതായിരുന്നു. നിങ്ങളുടെ പേരൻസ് ഡിസപ്പോയിൻറ്റഡ് ആയാലോ എന്നുള്ള പേടി മനസ്സിൽ നിന്ന് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ അവസാനം പറഞ്ഞ ഈ തോട്ട് മനസ്സിലോട്ട് കയറ്റി വെക്കുക, അതവിടെ പൂട്ടി വെക്കുക. ഇനിയും ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ ഇന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടി പോകും. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഒരു പാർട്ട് 2 ആയിട്ട് നാളത്തെ വീഡിയോയിൽ പറയാം. പിന്നെ എനിക്കറിയാം ഈ പേരൻസിൻ്റെ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങളിൽ കുറച്ച് പേരൊക്കെ ഭയങ്കര അൺസപ്പോർട്ടീവായിട്ടും അൺഫെയർ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ജീവിച്ചു പോകുന്നത്. അങ്ങനത്തെ 1-2 പേരെ ഞാൻ ഈ വർഷം പരിചയപ്പെട്ടിട്ടുമുണ്ട്. നിങ്ങളാണെങ്കിലും ഞാൻ ഈ അവസാനം പറഞ്ഞ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാവും. സോ വീഡിയോ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക. എന്നിട്ട് നമ്മൾ പറഞ്ഞ നമ്മുടെ തന്നെ ആ കൊച്ചു വേർഷനെ ഒന്ന് മനസ്സിൽ കാണുക. ആൻഡ് മേക്ക് എ പ്രോമിസ്, ഐ വോണ്ട് ലെറ്റ് യു ഡൗൺ.